നമസ്കാരം, സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഒരു കിടുക്കാച്ചി കീക്കാച്ചി കുക്കാച്ചി പൊളി പെർഫോമൻസ്. പുള്ളി നല്ലൊരു ഇൻട്രൊഡക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് കണ്ടോ, ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടു. പാറു ചിത്രം വരയ്ക്കാൻ പോവാണോ? ക്ലാസ് വല്ലതും നടത്താൻ പോവാണോ? നിങ്ങളൊക്കെ വരയ്ക്കോ? ഞാൻ കൊച്ചിലെ കുറച്ചൊക്കെ വരയ്ക്കുമായിരുന്നു. ഏത് മറ്റേ മല, കാക്ക, സൂര്യൻ, വീട്, അതായിരിക്കും. ഞാൻ ആനയൊക്കെ വരയ്ക്കായിരുന്നു. ആന ചെവിരിന്റെ അപ്പുറത്തുള്ള അല്ല, ഞാൻ സീരിയസ് ആയിട്ട് വരയ്ക്കുമായിരുന്നു. സൂപ്പർ ആയിട്ട് വരയ്ക്കും. അങ്ങനെ അത്ര സൂപ്പർ അല്ല, ഓക്കെ ആയിട്ട് വരയ്ക്കും. പിന്നെ നമ്മൾ എന്തായാലും ഒരു അടിപൊളി പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഞാൻ തരുന്നില്ല, ഞാൻ വിളിക്കാൻ പോവാളെ. നമ്മൾ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് അഖിൽ ശ്രീകുമാർ ആണ്. സോ അഖിലിനെ ഞാൻ നമ്മുടെ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യാണ്. അഖിൽ പ്ലീസ്. ഇതാണ് അഖിൽ. ഹലോ അഖിൽ. ഹായ് അഖിൽ. ഹലോ സർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. അപ്പൊ നമ്മൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കണ്ട, നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, അതല്ലേ നല്ലത്? അതാണ് നല്ലത്. ടൈമില്ല, അതുകൊണ്ടല്ല, അത് പറഞ്ഞു വെറുതെ. പക്ഷെ അഖിലിന്റെ കൂടെ നമ്മളുടെ ഫ്ലോറിലെ വൈകിയും കൂടെ കൂടുന്നുണ്ടാവും. ഓക്കെ, ചിത്രം വരയ്ക്കാനോ? അല്ല, പ്ലീസ് വെയിറ്റ് ആൻഡ് വാച്ച്. It's all in the game, baby. Okay, please keep silence. Okay, അപ്പൊ അഖിൽ, all the best. വൈകാതെ ചെല്ലു. വൈകാതെ ഈ സ്ലോ മോഷനിൽ എന്തിനാ പെട്ടെന്ന് പോവച്ചേ. Okay, അപ്പൊ all the best. മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകൾ എന്നെ തേടി പെൺമണിയാളെ. മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. നറുവെള്ളിത്തിങ്കൾ നാളമായിടാ മഴ തുള്ളിച്ചാടും പൂങ്കിനാവിലെ ഒരു പുള്ളിക്കുയിലിൻ നീണമായിടാ അടുത്തൊരു മായ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ. അടുത്തൊരു മായ ചിരി തൂകി തൊടുത്തൊരു പൂവില്ലേ. പോയൊരു നാളുകളായിരം നോവുകൾ നീന്തിയ മാനസമാകയും ഇന്നൊരു മാമയിലാടണ പൂവനിയാകിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ. നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം.
3 പേരും സൂപ്പർ. Happy birthday to you. Happy birthday dear Shanika. Happy birthday to you. ഹരിച്ചേട്ടാ വീഡിയോ കാണാം. ഷാനിക്ക, ശരത് സാർ, വീഡിയോ പ്ലീസ്. മലയാള സംഗീത ലോകത്ത് പുതുതലമുറയുടെ ഹൃദയതാളം തൊട്ടറിഞ്ഞ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. പലവട്ടം കാത്തുനിന്ന കോളേജിൻ മൈതാനത്തിലൂടെ ജിമിക്കയും കമലിട്ട് വന്ന് മുത്തിച്ചിപ്പി പോലൊരു മാണിക്യമലർ സമ്മാനിച്ച മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ. 2008 കേരളക്കരയിൽ തരംഗമായ കോഫി അറ്റ് MG റോഡ് എന്ന ആൽബത്തിലൂടെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ അറിയപ്പെട്ടു തുടങ്ങി. കുറച്ചുനാൾക്കകം തന്നെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഈ പട്ടണത്തിൽ ഭൂതം എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധായകനായി മലയാള സിനിമയിലേക്ക് സ്വപ്നതുല്യമായ അരങ്ങേറ്റം നടത്തി. തലശ്ശേരി കതിരൂർ കോലോത്ത് തറവാട്ടിലെ അബ്ദുൾ റഹ്മാന്റെയും തയ്യിൽ ലൈല റഹ്മാന്റെയും മൂത്ത പുത്രനായ ഷാൻ ബാല്യത്തിൽ തന്നെ കടൽ കടന്ന് UAE റാസൽ ഖൈമയിൽ എത്തി തന്റെ സ്കൂൾ ജീവിതം തുടങ്ങി. സംഗീത പാരമ്പര്യം ഒന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത കുടുംബത്തിൽ നിന്നും ഷാൻ വ്യത്യസ്തനായിരുന്നു. സ്വപ്രയത്നവും സംഗീതത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ആഗ്രഹവും അദ്ദേഹത്തെ സംഗീത ലോകത്തേക്ക് എത്തിച്ചു. മലയാള സിനിമാ സംഗീത ലോകത്തെ ഏറ്റവും ഹൃദ്യമായ സൗഹൃദങ്ങളിൽ ഒന്നാണ് ഷാൻ വിനീത് ശ്രീനിവാസൻ. ഈ കൂട്ടുകെട്ടിൽ പിറന്നതെല്ലാം ഒന്നിനൊന്ന് മികച്ചവയായിരുന്നു. സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ മലർവാടി ആർട്സ് ക്ലബ്ബും മലയാളിയെ പ്രണയലോകത്തെത്തിച്ച തട്ടത്തിൻ മറയത്തും വടക്കൻ സെൽഫിയും ജേക്കബിന്റെ സ്വർഗരാജ്യവും കൂടാതെ ഷാൻ സംഗീതത്തിൽ മലയാളിക്ക് ലഭിച്ചത് ഓം ശാന്തി ഓശാനിയും ആടും ഗോതയും അരവിന്ദന്റെ അതിഥികളും ലവ് ആക്ഷൻ ഡ്രാമയും മിന്നൽ മുരളിയും അടക്കം ഒട്ടനവധി ചലച്ചിത്രങ്ങൾ. ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായ മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി പുറത്തിറങ്ങിയ മനോഹരമായ ഗാനത്തിന്റെ സംഗീത സംവിധാനത്തിനപ്പുറം അതിന്റെ സംവിധാനവും ഷാൻ റഹ്മാൻ തന്നെ. പുതുതലമുറയുടെ പ്രതിഭകൾക്ക് പ്രചോദനമാകുന്ന അമൃത TV സൂപ്പർ സ്റ്റാറിന്റെ പ്രധാന വിധികർത്താക്കളിൽ ഒരാളും ഷാൻ തന്നെ. സംഗീത സംവിധായകൻ അഭിനേതാവ്, അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി നമ്മെ വിസ്മയിപ്പിക്കുന്ന നമ്മുടെ ഷാൻ ഇക്കയ്ക്ക് മലയാളത്തിന്റെ ഷാൻ റഹ്മാന് അമൃത TV സൂപ്പർ സ്റ്റാറിന്റെ സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഷാനിക്ക.
ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി അല്ലേ? ഷാനിക്ക, എന്തോ ഇതിന്നാണ് തുടങ്ങിയത്. അതെ. അഖിൽ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ 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 സൂപ്പർ. ഇനിയും ഒരുപാട് വേദികൾ ഇതുപോലത്തെ മാജിക് കൊണ്ട് നിറയ്ക്ക്. ഹരിച്ചേട്ടാ ഞാൻ നിറഞ്ഞോട്ടെ. അഖില് ഭയങ്കര ടാലന്റ് കേട്ടോ. അതാ സൂപ്പർ. താങ്ക് യു ടാ. നമ്മുടെ മലയാളികൾക്കിടയ്ക്ക് ഇങ്ങനെ ഒരാള് ഉള്ളത് ഒരു ഞങ്ങൾക്ക് proud നേരെ ആണ്. തന്നെ ഒന്നും വരയ്ക്കാൻ പറ്റുന്നില്ല. അതെ, Yes. അപ്പോഴാണ് തലേ കുത്തി. We are so proud of you. So proud of. അങ്ങനെ അഖിലേ, തുടങ്ങി. ഞങ്ങളിത് വരച്ചു തുടങ്ങിയപ്പോ ഞങ്ങളൊക്കെ പറയും ഇത് എന്താടാവോ, അതെല്ലേ? ഒന്നും മലയോ എന്താ പിന്നെ എഴുതിയപ്പോ മനസ്സിലായി ഇന്ന ആളാണ്. അപ്പോഴും ഒരു ഡൗട്ട്, ഇങ്ങനെയാണ് ഷാൻ റഹ്മാൻ ഇരിക്കുന്നത്. എങ്ങനെ ആകുന്നല്ലേ? ഇത് വല്ലാത്തൊരു അവസ്ഥ ആവുമല്ലോ ദൈവം. അതായത് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ആളാരാന്നുള്ളത്. അപ്പൊ ഞാൻ ഹരിയോട് പറഞ്ഞു ഇത് ശരിയായില്ലെങ്കിൽ ഞാൻ അവന്റെ കൂമ്പിനിട്ട് ഇടിക്കുന്നു പറഞ്ഞു. പക്ഷെ ഇത് തിരിച്ചിട്ട് ഇവരിത് എറിഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ ഞെട്ടിപ്പോയി. സൂപ്പർ സൂപ്പർ. ഷാന്റെ മുമ്പിലിട്ട് ഞങ്ങൾക്ക് ഇടിക്കാൻ തോന്നി. നീ ഇത്ര ആൻസർ അല്ലല്ലോ എന്നൊക്കെ. ലവ് യു വീഡിയോ ഓൾസോ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാനിക്കയുടെ Super അവസാനം. video. സൂപ്പർ വീഡിയോ. സതീഷ് ഭായ് താങ്ക് യു. ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമ്മളുടെ സർപ്രൈസ് കൊടുക്കണ്ടേ? ആ, നമ്മടെ ജിഞ്ചിണ്ടാക്കടി. അപ്പൊ കണ്ണു കെട്ടണം. ഹരിച്ചേട്ടൻ കണ്ണു കെട്ടിയിട്ടാണോ? ഞാൻ കെട്ടിക്കൊടുക്കട്ടെ. ആ യെസ്. അപ്പൊ തരൂ എവിടെ Property, കൊണ്ടുവരൂ. please. Property. നേരിൻ വഴി തഞ്ചാലകവാതിൽ നീ ഇടനെഞ്ചിൻ തുടികളിലുണരും സ്വരമോ നീ ആരോ വന്നു, കൈയടിച്ചു, കൈയടിക്കരുതെന്ന് പറഞ്ഞു. നിന്മലർവാടിയിലെന്നും എന്നാ പിന്നെ തുറക്കാലേ? ആ സ്പർശനം ഓർക്കൂ ആ കരങ്ങൾ. എന്ത് ഫീൽ ചെയ്തോ? ഇന്ന് എങ്ങനെ വീട്ടിൽ കയറും? എനിക്കൊരു പിടുത്തം കിട്ടണില്ല. ആ കിട്ടും കിട്ടും. ഓക്കെ, ഇനി ഊരിക്കും. അല്ല എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു guess പറ. ഒരു ക്ലൂ എന്തെങ്കിലും പറയൂ. ഇല്ല, ഞാൻ കുറച്ചു നേരം കളിപ്പിക്കട്ടെ. എന്താ ആരാണ് തൊട്ടത് ഇപ്പൊ? ഈ സ്പർശം ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. അതെ, ഇല്ല, ഈ സ്പർശം ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല. ഞങ്ങളൊന്നൊരു ചാൻസ് കൊടുക്കാം നമുക്കൊന്ന് അല്ലേ? അതെ. എന്നാ എന്തെങ്കിലും ഒരു ക്ലൂ താ. ക്ലൂ ഒന്നുമില്ല. വേറെ എത്രയോ സ്ഥലമുണ്ട് തോടാ. എനിക്ക് ഒരു പിടുത്തവും കിട്ടണ. ആരാന്ന് മനസ്സിലായി? ഇല്ല, ഒരു കൊല്ലും. തട്ടിക്കളയും. ഇങ്ങനെ ചെയ്യുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എനിക്ക്? അതല്ലേ. ഓക്കെ, എന്ത് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് ആയി പോയി. ആണോ? ഓക്കെ, ആ ഇതെനിക്ക് മനസ്സിലായി ആരാണ്. ഒന്ന് പറഞ്ഞെന്നാ. എന്റെ ജീവന്റെ ജീവനായ പറഞ്ഞോ. എന്റെ ജീവന്റെ ജീവനായ ആ, ജീവന്റെ ജീവനായ കൊള്ളാം ബ്രോ, വീരേന്ദ്ര സേവാങ്ക് നന്നായിട്ടുണ്ട്. നീയല്ലേ? എനിക്കറിയാം ഇത് നീ ഇതൊക്കെ തന്നെ പറയുള്ളൂ. താങ്ക് യു സോ മച്ച്. കുട്ടികളെ ആരാ ഇത്? ജീവച്ചേട്ടൻ. ഓക്കെ, അല്ല, എനിക്ക് ചിരി ഒന്നും അറിയോ? എന്റെ ജീവന്റെ ജീവനായ എന്നാലും ഡൗട്ട്. ബാക്കി ഇനി അഴിച്ചിട്ട് പറയാം. ജീവന്റെ ജീവൻ. മുഖം കണ്ടിട്ടാ ബാക്കി. എന്നാൽ എങ്ങനെ മനസ്സിലായി? ഏത് തൊടല്ല മനസ്സിലായത്? അതായത് നമ്മള് വീട്ടിലിങ്ങനെ ഇടയ്ക്ക് കൂടും. അതെ. അപ്പൊ ആ സമയങ്ങളിൽ ഈ വക പരിപാടികളൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ആ. ഈ കാലിന്റെ പരിസരത്തൊക്കെ പിടിച്ചത് ഈ മനുഷ്യനാണെന്ന് എനിക്കറിയാം. അതാദ്യമല്ല, ഈ വൃത്തികെട്ട കൈ ഞാനിവിടെ എന്റെ മറവില് എനിക്ക് മനസ്സിലായി. ജീവച്ചേട്ടാ, എന്തോ ഷാനിക്കയെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് ഈ ഫ്ലോറിൽ വന്ന് പറഞ്ഞിട്ട് പോയെ. ഷാനിക്കയെ കുറിച്ച് രണ്ട് ഞങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും പറയോ? നിങ്ങൾക്ക് അറിയാത്ത ഒന്നും ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ എനിക്ക് പറ്റില്ല. അതെ, അത് ആ രഹസ്യം ഞങ്ങളിൽ തന്നെ അങ്ങ് മരിക്കട്ടെ. മൂന്നാമത് ഒരാൾ അറിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാര്യം നിങ്ങൾക്കൊക്കെ ഷാനിക്കയെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതെ, അതങ്ങ് പോകും. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് നിന്നേ. അത്ര മോശമൊന്നുമല്ല, അത്ര കൂളും ഭയങ്കര ഭയങ്കര രസമാണ്. അതുകൊണ്ട് ഞങ്ങള് ആ രഹസ്യം അതെ, വേണ്ട. നമ്മളിൽ തന്നെ അങ്ങ് നിക്കട്ടെ. ആണല്ലേ? ആ, വേറെന്തായാലും ഞാൻ പറയണം ഷാനിക്കയെ പറ്റി. പിന്നെ ഉറപ്പായിട്ടും
എന്തായാലും വന്നില്ലേ രണ്ടു ഞാനും ഷാനിക്കയും പരിചയപ്പെട്ടിട്ട് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ 6 വർഷം, ഇത് 7ാമത്തെ വർഷം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിലാണല്ലോ ആദ്യം പരിചയപ്പെടുന്നത്. ആ വിളിയൊന്ന് വിളിക്കോ? അപ്പൊ ഇതുപോലെ പാറു വന്ന് നിന്നിട്ട് ഇൻട്രോ കൊടുക്കുന്ന പോലെ ഞാനും വന്ന് ഇൻട്രോ കൊടുത്തു. അപ്പൊ അവിടെ 3 ചെയർ ഇതേപോലെ കിടപ്പുണ്ട്. ആ ചെയറിൽ ഏതാണ്ട് നടുക്കൊക്കെ ആയിട്ടായിരിക്കും മിക്കവാറും ഇരിക്കുന്നത്. മിക്കവാറും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കാറുണ്ട്. അപ്പൊ ഞാനിവിടെ വന്ന് ഇങ്ങനെ വിളിക്കും, പാപ്പാ എന്ന് വിളിക്കും. അപ്പൊ പാപ്പം വിളി കേൾക്കും. അങ്ങനെ തുടങ്ങിയാണ് ഞങ്ങളുടെ സൗഹൃദം. ഞങ്ങള് പിന്നെ ഒരു ക്രിസ്മസ് സമയമാണല്ലോ ഇത്. അപ്പൊ ഒരു ക്രിസ്മസ് സമയത്ത് ഞങ്ങള് നിർഭാഗ്യവശാൽ ഒരുമിച്ച് കൂടി. അന്ന് ഓർമ്മയില്ലേ മോനെ? അന്ന് എനിക്കൊന്ന് ന്യൂ ഇയർ എന്തായിരുന്നു അല്ലേ? ഓർമ്മയില്ല, എന്താ നീ പറഞ്ഞു വരുന്നേ? അന്ന് ന്യൂ ഇയർ ആണ്. അപ്പൊ ഞങ്ങൾക്ക് എവിടെങ്കിലും പോണോന്നുണ്ട്. ഞങ്ങൾ എവിടെയും ബുക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് എവിടെ ഇൻവിറ്റേഷനും ഇല്ല. ഞങ്ങളൊരു ദിവസം രാത്രി, ഈ പറഞ്ഞ ദിവസം രാത്രി വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇന്ന് ന്യൂ ഇയർ അല്ലേ, അപ്പൊ നമുക്ക് എങ്ങോട്ടിലൊക്കെ പോവാം. ഇക്കയുടെ മുഖം കണ്ട ആരാ ഇൻവിറ്റേഷൻ തരാത്തെ? കൂട്ടത്തി ഞാനും കയറുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ആത്മകഥാഗതം പറഞ്ഞു, ഇപ്പോഴാകുമ്പോ പ്രോഗ്രാം ഒക്കെ നല്ല ഹിറ്റ് ആയിട്ടിരിക്കുക, നമുക്ക് പോയി നമ്മുടെ മുഖം ഒന്ന് കാണിച്ച് ഇതാണ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാലോ. കാരണം പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ മുഖങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾ പറഞ്ഞു, ഈ ന്യൂ ഇയർ നമ്മളുടെ മുഖം നമ്മളെ നിരാശപ്പെടുത്തത്തില്ല, ഇല്ല നമുക്ക് പോവാന്ന് പറഞ്ഞു. എന്തിനേറെ പറയുന്നു. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. ഞങ്ങള് ഹോട്ടലിന്റെ പേര് പറയുവാണെങ്കിൽ ഞങ്ങള് പിന്നെ 4 പോയിന്റ് ഷെർട്ടണി പോയി. ആദ്യം സോറി സാർ, ഇവിടെ ബുക്കിംഗ് ഫില്ലാണ്. ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ഇല്ല സാർ, ഇവിടെ ഇല്ല സാർ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ എന്നിട്ട് നേരെ ടോണിക്കോല് പോയി. ഞങ്ങൾ വിചാരിച്ചു അവിടെ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഒരു പട്ടി പോലും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഈ ഹോട്ടലിൽ കഴിഞ്ഞ ഏറ്റവും നല്ല ന്യൂ ഇയർ സെലിബ്രേഷൻ ടോണിക്കോയിൽ ഇന്ന് നല്ല ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ 2 പേരും പിന്നെ അവിടുത്തെ സ്റ്റാഫുകളും വേറെ 4 പേരും അല്ലാതെ വേറെ ആരുമില്ല. സാധാരണ ദിവസം നന്നായി നമുക്ക് ഒരുമിച്ച് അങ്ങ് ആഘോഷിക്കാം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഇനി ചിലപ്പോ ഈ കാക്കനാട് സൈഡ് ആയതുകൊണ്ടായിരിക്കും, നമുക്ക് നേരെ എടപ്പള്ളിയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ നേരെ എടപ്പള്ളി മാരിഡ് ചെന്നു. സാർ, ഇവിടെ ഇൻവിറ്റേഷൻ അല്ലാതെ എൻട്രി പോലും ഇല്ല. മുഖം ഇങ്ങനെയൊക്കെ കാണിക്കും. എൻട്രി പോലും ഇല്ലാന്ന് പറഞ്ഞു. ഞങ്ങള് ആ വിഷമം, അതിന്റെ തൊട്ട് താഴെ ഒരു ക്രിസ്മസ് ട്രീ നിപ്പുണ്ട്. ഞാൻ എന്റെ ഫോട്ടോ എന്റെ ഫോണിലോട്ട് കാണിച്ചു തരാം. ഞങ്ങളവിടെ ഞാൻ ഇക്കയുടെ 2 ഫോട്ടോ എടുത്തു, ഇക്കയുടെ 2 ഫോട്ടോ എടുത്തു. കാരണം നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നാളെ പറഞ്ഞാൽ മനസ്സിലാണല്ലോ. അങ്ങനെ ഞങ്ങള് മാരിട്ട് ഇറങ്ങിയപ്പം ലേമറിഡിലേക്ക് പോയി. ഇല്ല, ലുലുവിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങളുടെ ലുലു കഥകൾ അങ്ങനെ കേട്ടോ. ഞങ്ങള് പ്രോഗ്രാം പിന്നെ ഏൽക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ലുലുവിലേക്ക് പോകും സാറേ. എന്നിട്ട് ഒരു 2 പേർക്ക് കൂടുതൽ മനസ്സിലായപ്പോൾ നമ്മൾ പറയും, സാധനം കയറുന്നുണ്ട്, പ്രോഗ്രാം ഹിറ്റാ എന്ന് പറയാം. ഞങ്ങൾ ലുലുവിൽ പോയി ഒരു 1.5-3 മണിക്കൂർ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ സാധാരണ ദിവസം നമ്മളെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ വന്ന് മിണ്ടുകയൊക്കെ ചെയ്യും. അന്ന് വന്ന് മിണ്ടിയ ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ന്യൂ ഇയറിൻ്റെ തിരക്കായതുകൊണ്ടായിരിക്കും നമുക്ക് പയ്യെ പുറത്തോട്ടൊക്കെ ഇറങ്ങി വേറെ എവിടെയെങ്കിലും പോയാലോ. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു, കൂട്ടുകാരൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ ലേമറിഡിയിൽ അത്യാവശ്യം നല്ലൊരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ലേമറിഡിയിൽ പോയി. അവരും പറഞ്ഞു, സാർ അങ്ങോട്ടേക്ക് എൻട്രിയേ ഇല്ല, നിങ്ങൾ വേണം ഈ സൈഡിൽ, പൊതുവഴി അതാണ് ആ റെസ്റ്റോറന്റ് ആ സൈഡാണ്, അവിടെ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. എന്തിനേറെ പറയുന്നു, എറണാകുളത്തുള്ള ഹോട്ടൽ മുഴുവൻ ഞങ്ങൾ നടന്നു. അവസാനം ഞങ്ങൾ പുറപ്പെട്ട ഫ്ലാറ്റിൽ തന്നെ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വെടിക്കെട്ടുകൾ ഞങ്ങള് ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങള് ആ സമയത്ത് ഒരുമിച്ചാകണം, എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ വേണമെന്ന് പറഞ്ഞ് ഇറങ്ങിയാണല്ലോ. ഈ എറണാകുളത്തെ മുഴുവൻ ഹോട്ടലിലും പോയി ഒരിടത്തും എൻട്രി കിട്ടാതെ കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇക്കയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇക്കയുടെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ രാത്രി കൃത്യം 12 മണി ആൾക്കാർ പടക്കം ഇക്കയുടെ ഫ്ലാറ്റിൽ. അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി പിടിച്ച് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. പക്ഷേ അതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് ഈ പറഞ്ഞ എറണാകുളത്തെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അലഞ്ഞ ആ പയ്യന്മാർ, അതിനുശേഷമുള്ള 4-5 ന്യൂ ഇയേഴ്സ് ഞങ്ങൾ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ബർത്ത്ഡേയും ന്യൂ ഇയറും ഈ വർഷവും ഞങ്ങൾ ഒരുമിച്ചാണ് ബർത്ത്ഡേ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷവും അങ്ങനെ തന്നെ. എവിടെയാണ് സെലിബ്രേഷൻ? എല്ലാം എനിക്കറിയാം, നമ്മുടെ സ്ഥിരം സ്ഥലം. ഞങ്ങളുടെ സ്ഥിരം സ്ഥലം. നമ്മൾ ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് ആ പൈസ മുഴുവൻ ദുബായിയുടെ രാജാവ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഇവിടെ കൊണ്ടു തരണം. എന്നിട്ട് തിരിച്ച് 1-ാം തീയതി ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ കയ്യിൽ 5 പൈസ ഇല്ലാതെ തിരിച്ചു വേണം പോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ഹാപ്പി ആയിട്ടോ തിരിച്ച് എഴഞ്ഞൊക്കെ വരും. അതെ, എല്ലാ ഭാഗത്തും ഓട്ടമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. പിന്നെ ഒരു വർഷം നന്നായിട്ട് അധ്വാനിക്കും. അങ്ങനെ എനിക്ക് ഒരു റിയാലിറ്റി ഷോയിലൂടെ കിട്ടിയതാണ്. ഇക്കെ പരിചയപ്പെടുന്ന സമയത്ത് ഒരു ആങ്കർ ജഡ്ജ് റിലേഷൻ ആയിരുന്നു.
അപ്പം ഞങ്ങളിങ്ങനെ നമ്മുടെ ആങ്കേഴ്സിന് ഒരു ആങ്കറിന് വിഷമം മനസ്സിലാവും. ആരെങ്കിലും നമ്മളിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും പറയുമ്പം ആരെങ്കിലും ഏരിയയിലിരുന്ന് തിരിച്ചെന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഒരാളെങ്കിലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് ആദ്യം എൻ്റെ റിയാലിറ്റി ഷോ ജീവിതത്തിൽ എൻ്റെ ഒരു ജനറൽ കാറ്റഗറി ചാനൽ എനിക്ക് ആദ്യമായിട്ട് റെസ്പോണ്ട് ചെയ്തെന്ന മനുഷ്യനാണ്. അതിനുശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളിലും ആദ്യത്തെ റെസ്പോൺസ് ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതാണേലും കെട്ടതാണേലും ഒക്കെ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഷാനിക്കാന്ന് വിളിച്ചു തുടങ്ങിയിടത്ത് ഇപ്പം ഞാൻ എൻ്റെ കൂടപ്പിറപ്പ് കൂട്ടുകാരൻ ചങ്കെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പം എൻ്റെ കൂടപ്പിറപ്പിന് തുല്യമാണ്. ഞങ്ങൾ ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷേ രണ്ടമ്മമാരുടെ വായന ഞങ്ങൾ തെറിയേക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അങ്ങനെ തുടങ്ങിയ ആണ്. അപ്പൊ ഈ ഒരു റിലേഷൻ എന്നും ഇതുപോലെ തന്നെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും. കഴിഞ്ഞിട്ടില്ല. ഇനി ജീവചേട്ടൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ തരണ്ടേ? ഒന്നും കൂടെ കണ്ടു കേട്ടല്ലേ? തീർച്ചയായിട്ടും. ജീവചേട്ടൻ കേട്ട്. ജീവചേട്ടാ ഒന്ന് കെട്ടിക്കൊടുക്കൂ. ഇതങ്ങ് സ്ഥിരമാക്കിയാലോ? ഓക്കെ ഷാനിക്ക, റെഡി? റെഡി. എന്നാ പിന്നെ ആ ഗിഫ്റ്റ്. ഷാനിക്ക ഇക്കയുടെ അടുത്ത് നിൽപ്പുണ്ട്. കണ്ണും കട്ടി അങ്ങ് നിക്കുകയാണല്ലോ. എന്റെ അടുത്ത് നിപ്പുണ്ടോ? പിന്നെ എവിടെ നിപ്പുണ്ട്? ആ ജെട്ടല്ലോട്ടല്ല. സൂപ്പർ സൂപ്പർ. ഇനി നിങ്ങൾ ഇക്കയുടെ മുഖത്തോടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഷാനിക്ക അദ്ദേഹം വീർക്കുന്നു, അദ്ദേഹം ഞെട്ടുന്നു. അതെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെന്താണ് ഇവിടെ? ഷാനിക്കയുടെ വിശേഷങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റിയ ആളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ല, ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയണ്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയുന്നതാണല്ലോ. അല്ല അത്ര കണ്ട് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും കൂടെ കുറച്ച് അറിഞ്ഞാൽ കൊള്ളാം. അതെ, പറയൂ. ഷാനിക്ക് എങ്ങനെയായിരുന്നു ചെറുതിലെ? ഇപ്പോഴേ ഭയങ്കര കുരുത്തക്കേടാ. ചെറുതിലെ കുഞ്ഞായിരുന്നു. അത് അല്ല, അവനെ പറ്റി പ്രത്യേകിച്ച് പറയാനുള്ളത്, അവൻ ഇന്നിങ്ങനെ നിൽക്കുമ്പോ അതെല്ലാം അവന്റെ സ്വന്തം കഴിവുകൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. അല്ലാതെ അതിന്റെ പുറകിലാരും ഉണ്ടായിരുന്നില്ല എന്നുള്ള മാത്രമേ പറയാനു. അല്ല, ഷാനിക്ക് ഇവിടെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആർക്കും, ഫാമിലിയിൽ ആർക്കും ഒരു റിലേഷനും ഇല്ല. അത് ശരിയാണ്, ആർക്കും ഇല്ല. അപ്പൊ ഷാനിക്ക് ഇങ്ങനെ ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തപ്പോ ഡാഡിക്ക് എങ്ങനെയായിരുന്നു? അല്ല, എനിക്ക് അങ്ങനെ മക്കളെ പറ്റിയിട്ട് ഇങ്ങനെ ഇന്ന ആളാവണം, ഇന്ന രീതിയിലാവണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവരവരുടെ കഴിവും ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഡാഡി എന്നെ എന്റെ പാട്ടിനങ്ങ് വിട്ടു. പാട്ടിന് വിട്ടു. അതെ, പാട്ടിന് വിട്ടു. അതെ, അത് തന്നെയാണ് എന്റെ സത്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പൊ സമ്മതിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അന്ന് കരാട്ടെ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കത് എവിടെ കീബോർഡ് പഠിക്കണം, കീബോർഡ് പഠിക്കണം, ശരി കീബോർഡ് പഠിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു 2 ആഴ്ച കീബോർഡ് ക്ലാസ്, 2 വെള്ളിയാഴ്ചകൾ അല്ലേ, 2 വെള്ളിയാഴ്ചകളിൽ നിന്ന് പോയി ഒരു ഗുജറാത്തി മാഷ് എന്തൊക്കെയോ പറഞ്ഞു തന്ന് അപ്പൊ തന്നെ നമ്മൾ അവിടെ നിന്ന് നാട് വിട്ട് തിരിച്ചിവിടെ എത്തി. പക്ഷേ യുനോ എൻ്റെ ലൈഫിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനാണ് ഈ മനുഷ്യൻ. ഒരുപാട് കാരണങ്ങളുമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ 8th സ്റ്റാൻഡേർഡ് വരെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. 8th സ്റ്റാൻഡേർഡ് വരെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ അവിടെ റാസൽ ഖൈമയിൽ ഒന്നിച്ചായിരുന്നു. ഈ 8ാം ക്ലാസ്സിന് ശേഷം നമ്മളെല്ലാവരും കൂടെ, അതായത് ഞാൻ, മമ്മി, എൻ്റെ അനിയത്തി, അനിയൻ, നമ്മളെല്ലാവരും മാത്രം ഈ നാട്ടിലേക്ക് വരുമ്പം ഈ മനുഷ്യൻ അനുഭവിച്ച ഒരു വേദന എന്തായിരിക്കും എന്നുള്ളതൊന്ന് ഓർത്തു നോക്കിയാൽ മതി. അത്രയും വർഷം ഒന്നിച്ച് നിന്നിട്ട് പക്ഷെ എവിടെയും തളർന്നിട്ടില്ല. കല്ല് പോലെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഇങ്ങനെ, ഇപ്പം ചെറുമക്കൾക്കും വേണ്ടി ഹാപ്പി ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു.
പ്രൗഡ് ഫാദർ ആൻഡ് പ്രൗഡ് സൺ. കുറെ സന്തോഷം രണ്ടുപേരെയും കണ്ടതിൽ, കുറെ സന്തോഷം. ഡാഡി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ആ ഡാഡി വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ നമ്മള് ഷാനിക്കയുടെ വീട്ടിലേക്ക് കാലിക്കട്ട് ചെല്ലുമ്പം ലൈലമമ്മി ഇപ്പോഴും കിച്ചൺ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പൂരി എന്ന് പറഞ്ഞാൽ 10-40 പൂരി ചെറിയ വട്ടത്തിലുള്ള, ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ബിരിയാണി. ഡാഡി ഇങ്ങനെ കൂളായിട്ട് കഴിക്കും, 2 പൂരി എടുത്ത് കഴിക്കും. നിങ്ങൾ ഇന്ന് പോകുന്നുണ്ടോ? ആ ഡാഡി ഇന്ന് പോകും. ആ പോക്കോ പോകുന്നില്ലേ? ഒന്നിലിടുന്നു എല്ലാം എല്ലാം ഓക്കെയാണ്. കൂൾ മനുഷ്യൻ, കൂൾ. അതായത് പല പല ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കും. അത് കൂളായിട്ട് അപ്രോച്ച് ചെയ്ത് കൂടെ ഉള്ളവരെയും കൂടെ കൂളാക്കുന്ന ഒരു പ്രത്യേകതരം മനുഷ്യൻ. സതീഷ് ഭായ് താങ്ക് യു സോ മച്ച്. സതീഷ് ഭായ് ഉള്ളു തട്ടിയിട്ട് പറയാൻ ഞാൻ ഇതിന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ഞങ്ങളും ഓ ഞാൻ ഞാൻ റയാനൊക്കെ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അതൊക്കെ ചെറുതിലെ ഷാനിക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും വൃത്തികെട്ട സ്വഭാവമല്ലോ ഉണ്ട് പറഞ്ഞു. ഞാൻ ചോദിക്കാൻ വരും ഷാനിക്ക് ഇത് കഴിയുമ്പോ എന്നെ തല്ലിക്കൊല്ലോ. ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാലും ഒരു കുരുത്തക്കേട്, എന്തെങ്കിലും ഒരു കുരുത്തക്കേട് പറ ഷാനിക്ക. ഒന്നാലും മോനെ വിട്ട് പറയത്തില്ല. ആണല്ലേ? നമുക്കിപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാം. അങ്ങനെ ശരിക്കും ഡാഡി എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. ഫ്രണ്ടാണ്, എന്നും ഫ്രണ്ടാണ്. താങ്ക് യു സോ മച്ച് ജീവച്ചേട്ടാ ആൻഡ് ഡാഡി. ഈ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ഡേയില് ഷാനിക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നേല്. ഇതാണ് സാക്ഷാൽ അബ്ദുൾ റഹ്മാൻ. ഷാനിക്കയുടെ പാസ്പോർട്ടിലെ പേരറിയോ? എന്നോടുള്ള ഡീലിംഗ് എങ്ങനെ നോക്കട്ടെ. കേക്കൊക്കെ വരാനില്ലേ? കഴിഞ്ഞ എന്നോടുള്ള ഡീലിംഗിൽ എന്തെങ്കിലും ഇത് വന്നാൽ ഞാൻ അപ്പൊ അത് പോതരും ഞാനത് പറഞ്ഞിട്ടു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിന്റെ പാസ്പോർട്ടിലെ പേരും പറയും. അതിന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതല്ലേ എനിക്ക് ധൈര്യം. അഖിലായിരിക്കും പറയാൻ പോലെ. സുഹൃത്തുക്കളെ, എന്റെ പേര് അഖിലാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാ. അത് ഇവളുണ്ടല്ലോ, ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് നാറ്റിച്ചതാ. ചേട്ടന്റെ പേര് അഖിൽ എന്നല്ലേ? അതെ. ഇന്റർവ്യൂ ആണോ? ഞാൻ ഇന്റർവ്യൂ ആണോ? അതേപോലൊരു പേര് ഷാനിക്കുണ്ട്. ഇവിടെ ഒരു ചൊറിച്ചിൽ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ആ പേരിന്റെ പ്രസക്തി, ആ പേരിന്റെ ഒരു പവർ എത്രത്തോളം. എന്നാലും അറിയാനൊരു സാറിന് അറിയണം. സദാശിവൻ എനിക്കറിയണം. എനിക്കും അറിയണം. കേക്ക് കട്ട് ചെയ്യാം. ആണല്ലേ? കുറച്ചു നേരം ഇടയ്ക്ക് നിൽക്കട്ടെ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. Once again, happy birthday, Shan Rahman. Happy birthday, darling. Happy birthday to you. Happy birthday to you. Happy birthday, dear Shankar. Happy birthday to you.